നമുക്ക് കക്കയിറച്ചി ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ. കക്കയിറച്ചി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചേക്കണേണ് ഒന്ന് വേവിക്കാൻ. അതിലേക്ക് വേണ്ട സവാള ഉണ്ട് 3 എണ്ണം. അതിൻ്റെ അടിയിൽ നമുക്ക് ഇച്ചിരി പേരക്ക ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. പേരക്ക പഞ്ചസാരയും പാലും ഇട്ടിട്ട് അടിക്കുക. പാലൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജ്യൂസ് അരിച്ചെടുക്കാം. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ബിലുമോന്. മോനെ മുന്തിരി അത്രേ, മുന്തിരി. എന്താ വേണ്ടടാ? ജ്യൂസ് കുട്ടികൾക്ക് കൊടുക്കട്ടെ. കുട്ടികൾക്ക് 3 ജ്യൂസ് കൊടുക്കാം. ഒരാൾ നിൽക്കണണ്ട, ബാക്കൊക്കെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുക. പുറത്തോട്ട് നോക്കി മഴ പെയ്യണൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണേ. നമുക്ക് ഇച്ചിരി എണ്ണയിലിട്ട് ഒന്നുണ്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. നമ്മളെ ഫ്രൈ ചെയ്യുമ്പോഴേ മൂടി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടിങ്ങനെ തെറിക്കും. കണ്ട, പൊട്ടിത്തെറിക്കും. അപ്പോൾ മൂടി വെച്ചാണ്ട് ഫ്രൈ ചെയ്താൽ മതി. അതുകൊണ്ടോ പൂച്ചനെ പുന്നാരിക്കണേ. പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. പടച്ചോനെ, എന്താ ബിലോ കാണിക്കണേ? നമുക്ക് കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ആവശ്യമായിട്ടുള്ള സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചതച്ചത്, കറിവേപ്പില അതിട്ട് കൊടുക്കാം. നമുക്കൊന്ന് പച്ചമണം മാറിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. സവാളയും കറിവേപ്പില. തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ആവശ്യമുള്ളവർക്ക് തക്കാളി ഇട്ട് കൊടുക്കുക, വേണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. നല്ല പൊടികൾ, മുളക് പൊടി, ഇടിച്ച മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് മൂത്ത് വന്നതിന് ശേഷം